യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മനുഷ്യരായി പിറന്നവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചും അനുഭവിച്ചും സുഭിക്ഷമായി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു വിളിക്കുകയാണ്. ഉഅ്ബുദു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാധിക്കണം. വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും മാറി മാറി വരുമ്പോഴും നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. അനുഗ്രഹങ്ങളെ തടയപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടേണ്ടതില്ല. ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതിമറയേണ്ടതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നു, ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ആരാധിക്കുവിൻ. അതല്ലാത്ത മറ്റെല്ലാ വിധത്തിലുള്ള ആരാധനാ ദുർമൂർത്തികളെയും നിങ്ങൾ വെറുതെ വിട്ടുകൊള്ളുക, അതിനെയെല്ലാം ഉപേക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് കാഴ്ച തന്ന, നിങ്ങൾക്ക് കേൾവി തന്ന, നിങ്ങൾക്ക് ചലനശക്തി തന്ന, നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാവിധ ജീവിതോപാധികളും ദുനിയാവിൽ ഒരുക്കി തന്ന ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായ രീതിയിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ, ആ രക്ഷിതാവിനെ, നിങ്ങളെ പടച്ച നിങ്ങളുടെ ഖാലിഖായ, നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ മാലിക്കായ, നിങ്ങളുടെ മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു അതേ ബയാൻ ചെയ്യുന്നുണ്ട്. അല്ലദീ, അവനൊരുവനാണ്. ജഅല ലകുമുൽ അർള ഫിറാശൻ, ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ വിരിപ്പാക്കി വിശാലമാക്കി തന്നവനാണ് അല്ലാഹു. നമുക്കറിയാം, ലോകത്തെ കഴിഞ്ഞു പോയവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാലഘട്ടത്തിലുള്ളതായ ആളുകൾ എത്രയോ ആളുകളാണ് ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ മറമാടപ്പെട്ടിട്ടുള്ളത്. ഈ ഭൂമിയിൽ മറമാടപ്പെട്ട ആ ശരീരങ്ങൾ ഭൂമി ദ്രവിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, മണ്ണ് തിന്നു കളഞ്ഞിട്ടുണ്ട്. ആ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു പുൽനാമ്പിന് പോലും ഒരു ശവത്തിന്റെയും രുചിയില്ല. ഒരു തരത്തിലുള്ള ചീഞ്ഞ തരത്തിലുള്ളതായ ഒരു വാസനയോ രുചി വ്യത്യാസമോ ഇല്ല. ആ ഭൂമിയിൽ നിന്ന് നിർഗളിക്കുന്ന ജലനീര്, അതിനൊരു തരത്തിലുള്ള കളർ വ്യത്യാസമോ അതേ ആ രൂപത്തിലുള്ള രുചി വ്യത്യാസമോ ഇല്ല. അല്ലാഹു പറഞ്ഞത്, അലം നജ്അലിൽ അർള കിഫാക, ഭൂമിയെ നിങ്ങൾക്ക് മതിയായതാക്കിയില്ലേ. അഹ്യാൻ വ അംവാത, ജീവിക്കുവാനും മരിക്കുവാനും നിങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാവിധ വ്യവഹാരത്തിനും ഉതകുന്ന തരത്തിൽ ഭൂമിയെ നിങ്ങൾ ഒരുക്കി തന്നില്ലേ. അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണ്. അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കേണ്ട ആ രക്ഷിതാവ് അവനാരാണ്. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി ഒരുക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅൻ, ആ ആകാശത്തു നിന്ന് മഴയിറക്കി തരുകയും വെള്ളമിറക്കി തരുകയും ഫഅഖ്റജ ബിഹി മിനസ് തമറാതി റിസ്ഖൻ ലക്കും. എത്ര കൃത്യമാണ് പ്രിയമുള്ളവരെ, എത്ര കൃത്യമാണ് നമ്മുടെ ആരാധനെ. ആ അല്ലാഹു തന്നെ ആരെയാണ് ആരാധിക്കേണ്ടത്, ആ ആരാധനയുടെ അവകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് വിവരിച്ചു തരുന്നത്. വഅൻസല മിനസ് സമാഇ മാഅൻ, ആ ആകാശത്തു നിന്ന് മഴയെ ഇറക്കി തരുന്നു. ഫഅഖ്റജ ബിഹി മിനസ് തമറാതി റിസ്ഖൻ ലക്കും, അതിൽ നിന്ന്, ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാവിധ ഫലങ്ങളും നിങ്ങൾക്ക് ഉപജീവനമായി നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇത്രയേറെ അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടും, ഇത്രയേറെ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടും, അതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടും, അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാഹുവാണ് സൃഷ്ടിച്ചതെന്നും
അല്ലാഹുവാണ് ഉടമസ്ഥനെന്നും അല്ലാഹുവാണ് ഈ ലോകത്തെ സംവിധാനിച്ചൊരുക്കി തന്നവനെന്നും ഈ ലോകത്തെ അതേ ഭൂമിയെ വിരിപ്പാക്കി തന്നവനും ആകാശത്തെ മേൽക്കൂരയാക്കുകയും അതിൽ നിന്ന് വെള്ളമിറക്കി അതിൽ നിന്ന് അതേ ജീവനുകളെ അല്ലാഹു സംവിധാനിച്ച് തന്നിട്ടുണ്ട് എന്നും തിരിച്ചറിഞ്ഞിട്ട് ഫലാ തജഅലു ലില്ലാഹി അൻദാദ, ആ അല്ലാഹുവിനെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. ആരാധനയുടെ ആ ഉലൂഹിയത്തിന്റെ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചെടുക്കുകയാണ് അവിടെ. ഇവനല്ലാതെ അതല്ലെങ്കിൽ ഇത്തരത്തിൽ അല്ലാഹു അല്ലാതെ മറ്റാരാണ് ആരാധിക്കപ്പെടുവാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ? ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധിക്കപ്പെടുവാൻ അർഹനായിട്ടുള്ളവൻ ഒരാളുമില്ല. കാരണം ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അവനാണ്. ഇതെല്ലാം അല്ലാഹുവിന്റേതാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ മാത്രമാണ്. നമ്മുടെ സംസാരം കേൾക്കണമെങ്കിൽ നമ്മുടെ ഉടമസ്ഥന് മാത്രമാണ് അത് സാധിക്കുക. നമ്മുടെ മനസ്സിന്റെ പ്രയാസം അറിയണമെങ്കിൽ നമ്മുടെ ഉടമസ്ഥന് മാത്രമാണ് അത് അറിയാൻ സാധിക്കുക. നമുക്ക് വായു നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ അനുകൂലാവസ്ഥയും നൽകിക്കൊണ്ടിരിക്കുന്ന ആ അല്ലാഹുവിന് മാത്രമേ നാം അകപ്പെട്ട പ്രയാസത്തെ കുറിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ആ അല്ലാഹുവിന് മാത്രമേ നമുക്ക് വേണ്ടുന്നതായ ആവശ്യങ്ങളെ പറ്റി അറിവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടേണ്ടത് ആ അല്ലാഹുവിനെ മാത്രമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആദർശം. ഈ ആദർശത്തെ കവച്ചു വെക്കുവാൻ, ഈ ആദർശത്തിന് ബദലായി മറ്റൊരു മനുഷ്യന് ഗുണമാകുന്ന ഒരു ആദർശവും ലോകത്തൊരാൾക്കും കൊണ്ടുവരിക സാധ്യമല്ല. കാരണം ഇത് ഈ ലോകത്തിന്റെ രക്ഷിതാവ് പഠിപ്പിച്ച ആദർശമാണ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ പഠിപ്പിച്ച ആദർശമാണ്. അതല്ലാതെ മറ്റ് എന്ത് കൊണ്ടുവന്നാലും ആരുടെ പിന്നാലെ പോയാലും അവർക്ക് ഈ രൂപത്തിൽ ഒരു ഭദ്രത, മാനസികമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഒരു സംരക്ഷണം ലഭിക്കുക സാധ്യമല്ല. കാരണം ഈ ലോകത്തിന്റെ സൃഷ്ടാവും ഈ ലോകത്തിന്റെ നിയന്താവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇസ്സത്ത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികൾ എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനവും ഏറ്റവും വലിയ ഇസ്സത്തും. അതുകൊണ്ട് ഈ ഒരു ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതിന്റെ രുചി അറിഞ്ഞുകൊണ്ട്, ആ ഈമാനിന്റെ, ആ തൗഹീദിന്റെ മാധുര്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ദുനിയാവിൽ സൗകര്യങ്ങൾ ലഭിച്ചവരുണ്ട്. വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും സ്വാധീനങ്ങളും ദുനിയാവിൽ അല്ലാഹുവിന്റെ ഫള് കൊണ്ട് നൽകപ്പെട്ടവരുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാൽ ആ ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും ആ അനുഗ്രഹദാതാവാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് മാത്രമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യരാകുമ്പോൾ ഉണ്ടാകുന്നതായ എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അല്ലാഹു ഊരിയെടുക്കും. അസൂയ, കുശുമ്പ്, പക, വിദ്വേഷം, ഇത്തരത്തിലുള്ള എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളെയും ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുത്തു കളയും.
അല്ലാഹു പറയുന്നുണ്ട്, ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹു? അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ ഹിദായത്ത് ഞങ്ങൾക്ക് നൽകിയവനായ, ഈ ഹിദായത്ത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാകുമായിരുന്നു. ആ ഹിദായത്ത് അല്ലാഹു നൽകിയത് കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ആ ഹിദായത്ത് നൽകിയവനായ അല്ലാഹുവിനാകുന്നു സകല സ്തുതിയുമെന്ന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ഒന്നാമതായി അവർ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണാൻ പറഞ്ഞാൽ ഒരിക്കലും നീങ്ങിപ്പോകരുതെന്ന് നമ്മൾ കൊതിക്കുന്ന, അതിനു വേണ്ടി ഉറക്കം വിളച്ചുകൊണ്ട് കണക്ക് കൂട്ടി കാത്തിരിക്കുന്ന നമ്മുടെ ദുനിയവിയായ ഇഹലോക സംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു അനുഗ്രഹത്തെ, ലോകത്തിന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കി അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ അതിനനുസരിച്ചുള്ള അറിവും തിരിച്ചറിവും നൽകിയ, അതിനുള്ള തൗഫീഖ് നൽകിയ ആ അല്ലാഹു അത് ഏറ്റവും വലിയ അനുഗ്രഹമായി കണക്കാക്കാൻ ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോകില്ല എന്ന ഉറപ്പോടുകൂടി അതിന് വേണ്ടുന്ന കവചങ്ങൾ തീർക്കാൻ നമ്മൾ പണിയെടുക്കണം. ശിർക്ക് എന്ന ആ ഒരു കാര്യത്തിലേക്ക്, ഏറ്റവും മഹാപാതകമായിട്ടുള്ള ശിർക്കിലേക്ക് പോകാതെ, നമുക്കറിയാം തൗഹീദിൽ നിന്ന് എത്രത്തോളം അകന്നു നിന്ന ഒരു നാട്ടിലേക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നത്. അല്ലേ? അല്ലാഹുവിനെ അറിയുന്നവരായിരുന്നു അവർ, അല്ലാഹുവിനെ മനസ്സിലാക്കിയവരായിരുന്നു അവർ. എത്രത്തോളം എന്നാൽ അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് പരിപൂർണമായും അംഗീകരിച്ചവരാണ്. അവരോട് ചോദിക്കപ്പെട്ടാൽ, പ്രവാചകരെ ചോദിക്കുക, ഖുൽ മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ വൽ അർദി വമൻ ഫീഹിൻ, ഈ ആകാശഭൂമികളുള്ളതും ആകാശഭൂമിയും അതിലുള്ളതുമായ എല്ലാവിധ കാര്യങ്ങളുടെയും റബ്ബാരാണ്, അതിന്റെ രക്ഷിതാവാരാണ്, അതിനെ പടച്ചവനാരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമായിരുന്നു, സയഖൂലൂന ലില്ലാഹ്, അതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർ പറയുമായിരുന്നു, അതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആ അല്ലാഹുവിനെ അംഗീകരിച്ച, അല്ലാഹുവിനെ അറിഞ്ഞ ആളുകളിലേക്ക് പ്രവാചകത്വവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നിട്ടുണ്ട് എങ്കിൽ എന്തായിരുന്നു തൗഹീദിൽ നിന്ന് അവർക്ക് മാറേണ്ടി വന്നത്? തൗഹീദിൽ നിന്നുള്ള വ്യത്യാസം എന്തായിരുന്നു? അവർ അല്ലാഹുവിനോടൊപ്പം മറ്റു ഇലാഹുകളെ സ്വീകരിച്ചവരായിരുന്നു. അല്ലാഹുവിനോടൊപ്പം അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യാസം അവിടെയായിരുന്നു. ലാത്തയെയും ഉസ്സയെയും ഹബലിനെയും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെയും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു, വിളിച്ചു തേടുന്നവരായിരുന്നു അവർ. ആ ആദർശത്തിലുള്ള തൗഹീദിൽ നിന്ന് അവർ മാറിപ്പോകാനുണ്ടായിരുന്ന കാരണം നമുക്കറിയാം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദഅവത്തുമായി ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലാഹുവിനെ അംഗീകരിച്ചവരാണ്, റുബൂബിയ്യത്ത് അംഗീകരിച്ചവരാണ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. ഈ ലോകത്തിനൊരു രക്ഷിതാവുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ അറിയുന്നവരാണ് അവർ. എന്നാൽ അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടതെന്നാണ് അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടത്. അറിയിച്ചു കൊടുത്തു, എത്തിച്ചു കൊടുത്തു. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത്, എല്ലാ വിധത്തിലുള്ള ആരാധനാമൂർത്തികളെയും വലിച്ചെറിയണം, ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്നും കാലിക പ്രസക്തമായി നിൽക്കുന്ന ഒരു ചോദ്യം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അവർ ചോദിച്ച ചോദ്യമാണത്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, നീ ഞങ്ങളുടെ ഇലാഹുകളെല്ലാം മാറ്റി
ഒരൊറ്റ ഇലാഹിലേക്ക് ഒതുക്കുവാനാണോ ഉദ്ദേശിക്കുന്നത്? ഒരൊറ്റ ഇലാഹു മതി എന്നുള്ളതിലേക്കാണോ ഞങ്ങളെ നീ ക്ഷണിക്കുന്നത്? ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യം കുറച്ചു നാള് മുമ്പ് നമ്മൾ കേട്ടതാണ്. വലിയ കോലാഹലങ്ങളായതാണ്, പരാതികൾ ചെന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നേരിട്ട് അല്ലാഹുവിനോട് പറഞ്ഞാൽ പോരെ? മറ്റുള്ള ഇടയാളന്മാരും അതുപോലെയുള്ള മധ്യസ്ഥന്മാരും ഒക്കെ അല്ലാഹുവിന്റെ ഇടയിൽ എന്തിനാണ്? അല്ലാഹുവിനോട് നേരിട്ടെന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ, ഒരു പ്രസംഗം നടത്തിയപ്പോൾ വലിയ പ്രശ്നമായി. നമ്മുടെ സമൂഹത്തിൽ സുന്നത്തിന്റെ ആളുകൾ എന്ന് വാദിക്കുന്ന പേരുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു അഡ്രസ് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ ആ നേതൃത്വത്തിൽ നിന്ന് കത്തുപോവുകയാണ്. ആ പറഞ്ഞ ആളുടെ രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിലേക്ക് കത്തുപോവുകയാണ്. എന്താണ്? അള്ളാഹു മാത്രം പോരെ എന്നുള്ള ഒരു ചോദ്യം അത് വളരെ വിഷമമുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, അങ്ങനെ ഒരു പ്രസ്താവന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി കത്തുപോവുകയാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ചോദിച്ചത് എന്താ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. ഖുർആൻ ഒന്നാമതായി സംവദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് ആരിൽ നിന്നാണോ അവർ ചോദിച്ച അതേ ചോദ്യത്തിന് ബദലായിട്ടുള്ള ഒരു നിലപാടെടുത്തവർ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അവർ ചോദിച്ചത് ഇപ്രകാരമാണ്: ഒരൊറ്റ ഇലാഹു മതി എന്നാണോ പറയുന്നത്? ഇലാഹുകളെയെല്ലാം ഒറ്റയാക്കി എന്ന് ചുരുക്കുകയാണോ? അല്ലാഹു മാത്രം മതിയെന്നോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. വളരെ എന്താ പറയാ, അങ്ങേയറ്റത്തെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ തൗഹീദിൽ അതെ ഇന്നും ആളുകൾ ശിർക്കിന്റെ പാതയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. തൗഹീദിന്റെ മാർഗത്തിലേക്ക് കടന്നു വരേണ്ടതിനു പകരം, അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിനു പകരം, അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടുവാൻ അർഹനായിട്ടുള്ളവൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തി അതനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ടതിനു പകരം ആളുകൾ ഇന്നും ശിർക്കിന്റെ കൊടിയ പാതയിലാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രസ്ഥാനം, ഇത്തരത്തിൽ പറയപ്പെട്ട സുന്നി എന്ന് പറയുന്ന സുന്നത്തിന്റെ ആളുകൾ എന്ന് പേരുകൊണ്ട് അഡ്രസ് ചെയ്യപ്പെട്ട ആളുകൾ, അവരുടെ നേതൃത്വം തന്നെ അങ്ങനെയൊരു അല്ലാഹു മാത്രം മതി എന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് പരാതിക്കത്തെഴുതിയത് തൗഹീദിൽ നിന്ന് ആളുകൾ എത്രത്തോളം അകന്നു നിൽക്കുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്, അല്ലാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ദീനിലേക്ക്, ഏതൊരു ദീനാണോ ഖബർ മുതൽ സ്വർഗം വരേക്കും എത്തിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പം കൊണ്ടുവരുന്നത് ഏതൊരു ദീനാണോ, നമ്മൾ പറഞ്ഞു വന്നത് തൗഹീദിന്റെ മാർഗത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ദീനിന്റെ വെളിച്ചത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്, ആളുകളെ ആ രൂപത്തിൽ അല്ലാഹുവിന്റെ യഥാർത്ഥ ദീനിലേക്ക്, ഏതൊരു ദീനാണോ മരണം കഴിഞ്ഞ ഖബർ മുതൽ ബർസഖിയായ ജീവിതം മുതൽ വിചാരണയും കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഏതൊരു ദീനാണോ ആ ദീനിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം, യഥാർത്ഥത്തിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, ഇവരെക്കാൾ വഴിപിഴച്ചവർ, ഇവരെക്കാൾ അങ്ങേയറ്റം വഴികേടിലായവർ ആരാണുള്ളത്? ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും നൽകിയിട്ടും അത് തിരിച്ചറിഞ്ഞിട്ടും ആ സൃഷ്ടാവിങ്കലേക്ക് അടുക്കേണ്ടതിന് പകരം, ആ സൃഷ്ടാവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവനോട് മാത്രം സഹായം തേടേണ്ടതിന് പകരം മറ്റുള്ള ആളുകളെ ആ സൃഷ്ടാവിന് പുറമെ, ആ അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചവരെക്കാൾ വഴിപിഴച്ചവരായി, നന്ദി കെട്ടവരായി ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ, ആ അല്ലാഹുവിന്റെ ചോദ്യം ഇത്തരത്തിലുള്ള ആളുകളെ
ഇത്തരത്തിൽ വഴികേടിലായിട്ടുള്ള ആളുകളെ ഇത്രയും അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയിട്ടുള്ള കാര്യത്തിലൂടെയാണ് അവർ കഴിഞ്ഞുകൂടുന്നത്, അവർ ജീവിതത്തിൽ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ വെല്ലുവിളിച്ച് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു ഒരുമിച്ച് കൂടലെല്ലാം അതിനു വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ വടുകരയിൽ ഒരു മണ്ഡലം ഉണ്ടെന്നോ, ആ മണ്ഡലത്തിൽ ഇത്രത്തോളം ആളുകൾ ഉണ്ടെന്നോ ഒന്നും കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല. ആളുകളുടെ എണ്ണപ്പെരുപ്പം ഒരിക്കലും നമ്മുടെ ദീനിന്റെ മാഹാത്മ്യത്തിൽ, അതിൻ്റെതായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതനുസരിച്ചുകൊണ്ട് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യതയായിട്ടുള്ളത്, നമ്മുടെ പ്രബോധന മേഖലയിൽ ബാധ്യതയായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് കൂട്ടലും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കലും അതിനുവേണ്ടി ഊർജം പകരലുകളുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല മുവഹിദീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരും. ആ അവസ്ഥയിലെല്ലാം കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനും അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ തിരിച്ചറിയുവാനും അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ തൗഹീദിൽ തെളിഞ്ഞവരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തീർച്ചയായും വിശ്വാസത്തിൽ കാപട്യമില്ലാത്തവരാരെന്ന് അറിയുന്നതുവരേക്കും നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതല്ലാതെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന, അങ്ങനെ വിചാരിച്ചിരിക്കുകയാണോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം. നമ്മുടെ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട്, അനുഗ്രഹങ്ങളെ തിരിച്ചു വിളിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യരെന്ന ബലഹീനമായ മനസ്സിനുടമകളായ നമുക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷേ തന്നിരിക്കാം. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തെ സ്ഫുടം ചെയ്യുകയാണ്. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ ആ വിശ്വാസമാണ് അവിടുത്തെ ജീവിതത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാക്കി തരുന്നതെന്ന തിരിച്ചറിവോടുകൂടി പരീക്ഷണങ്ങളിൽ കൂടുതൽ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ഒരു നിലക്കും അവനിൽ നിന്നുള്ള പ്രതീക്ഷ കൈവിടിയാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധന മേഖലയിൽ കൂടുതൽ സജീവമാകാൻ നമുക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനും സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടതിയിൽ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിക്കപ്പെട്ടതായി നാളെ നമ്മളെ കാണിച്ചു തരുമാറാകട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്നതായി ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചിരിക്കലിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.